CPM-ന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നേതാവാണ് പിണറായി എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇല്ല. അദ്ദേഹം CPM-ന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ എന്ന് എനിക്കറിയില്ല. അറിയണല്ലോ. അതിനേക്കാൾ വലിയ നേതാക്കൾ ഇപ്പോഴും CPM-ലെ ഏറ്റവും വലിയ നേതാവെന്നാണ് താങ്കൾ ഉപയോഗിച്ചത്. അതിനേക്കാൾ CPM-ന്റെ സ്ഥാപക നേതാക്കൾ കേരളത്തിലടക്കം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു പാർട്ടിയെ നിങ്ങൾ പരിശോധിക്കുന്നത് അതിലെ പഴയ കാലത്ത് ആര് നയിച്ചോ എന്ന് കണക്കാക്കിയിട്ടാണോ, അല്ല ഇപ്പോഴാരും നയിക്കുന്നു? ഏറ്റവും വലിയ നേതാവ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് അത് രണ്ടും കണക്കാക്കേണ്ടി വരും. അംഗത്തെക്കാൾ വലുതാണ് ജീവിച്ചിരിക്കുന്ന. നമ്മൾ എന്തിനാണ് അത്തരം വിശേഷണങ്ങളിലേക്ക് പോകുന്നത്? ശ്രീ എം പ്രകാശൻ, ഞാൻ ആകെ ചോദിച്ചെന്താണ്, താങ്കൾ പറഞ്ഞു, ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കൾ പറഞ്ഞു, മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ അസംഗതമായ എന്തോ ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. BJP-യും CPM-ഉം തമ്മിൽ എന്തോ ഒത്തുതീർപ്പ് നടക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് മനോരമയുടെ താല്പര്യം എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. കാരണം CPM-ന് തന്നെ ഈ കൂടിക്കാഴ്ചയെ കുറിച്ച് അറിയാം എന്ന് ഞാൻ കരുതുന്നേ ഇല്ല. കഴിഞ്ഞ 2 തവണ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴും വന്ന CPM പ്രതിനിധികൾക്ക് ഈ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അസംഗതമായ എന്തോ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചോദിക്കുന്നവർ ശ്രമിക്കുന്നു എന്നാണെങ്കിൽ ചർച്ചയിൽ നടന്നതെന്താണെന്ന് താങ്കൾ പറഞ്ഞാൽ മതി. താങ്കൾക്കറിയാമോ? അതെന്തോ ടോക്കാണ് ശ്രീ എം പ്രകാശൻ. അറിയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് താങ്കൾ തന്നെ പറഞ്ഞു അവർ തമ്മിൽ സംസാരിക്കുന്നത്. എനിക്ക് അറിയില്ലെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അറിയേണ്ട കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് അറിയേണ്ട കാര്യമില്ല എന്നാണ്. ഞങ്ങളുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള നേതാവ് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ സംബന്ധിച്ച് സംസാരിച്ചാലും അദ്ദേഹം എന്താണ് പറയുക എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്തോ നിങ്ങൾ പറയുന്ന പോലെ അന്യായമായ എന്തോ കാര്യം സംസാരിച്ചു എന്ന കാര്യം ഉണ്ടെങ്കിലല്ലേ ഞങ്ങളിങ്ങനെ ചുഴിഞ്ഞ് ആ കാര്യം അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യയിലെ CPM-ന്റെ ഏറ്റവും വലിയ നേതാവാണ് സഖാവ് പിണറായി. അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടിക്ക് താല്പര്യമുള്ള, ഗവൺമെന്റിന് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചു കാണും. അതിനകത്ത് ഇത്രയേറെ ചുഴിഞ്ഞു നോക്കേണ്ട കാര്യം എന്താ? അത് നിർബന്ധമായിട്ട് അറിഞ്ഞേ തീരുമെന്ന് പറയേണ്ട കാര്യം എന്നുള്ളത്, CPM ആകെ അറിയണം എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത്? അതിനൊന്നും ഒരു കാര്യമില്ല. അതെല്ലാം കാര്യമായിട്ട് വരുന്നത് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അജണ്ട കൊണ്ടാണ്. അറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് താങ്കൾ പറഞ്ഞു. ശ്രീ എം പ്രകാശൻ, അറിയേണ്ട കാര്യമില്ലെന്ന് താങ്കൾ പറഞ്ഞു. അറിയണമെന്ന് വിചാരിച്ചാലും ചോദിച്ചിട്ട് കാര്യമുണ്ടോ? എന്റെ നിലപാട് തീർച്ചയായിട്ടും. എന്താ നിങ്ങൾക്ക് CPM-നെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? താങ്കൾക്കല്ലേ അറിയാവുന്ന. ഞാൻ താങ്കളോടാണ് ചോദിച്ചത്. CPM-ന് അറിയാമെങ്കിൽ CPM-ന് പറയാം. അതേന്ന് ഞങ്ങൾക്ക് അറിയാമെന്നെങ്കിലും പറയാം. താങ്കൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ. കുരുടൻ ആനയെ കണ്ടതുപോലെ നിങ്ങൾ കുരുടൻ, അതൊക്കെ ഇപ്പോൾ CPM പോലും ഉപയോഗിക്കാത്ത രാഷ്ട്രീയ ശരിയല്ലാത്ത പ്രയോഗങ്ങളാണ് ശ്രീ എം പ്രകാശൻ. നമ്മൾ നേരിട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ ധനമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയുടെ ഉള്ളടക്കം എന്താണ്?